ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റെപ്സ് ആൻഡ് സ്റ്റോറീസ്. ഇന്ന് ഒരു വ്ളോഗാണ്. ആക്ച്വലി ഇന്നത്തെ ദിവസം ഒരു ഫ്രീ ഡേ ആണ്. അപ്പം കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ പോവാണ്. അതായത് ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്. അപ്പം പർച്ചേസും കാര്യങ്ങൾക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് കൊമേഴ്ഷ്യലാണ് അടുത്തായിട്ടുള്ളത്. സോ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് നമുക്ക് വ്ളോഗ് ചെയ്യാം. സോ ഇങ്ങനെയുള്ളൊരു എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗായിരിക്കും ഇത്. എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല, ബട്ട് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന്. ഓൾസോ എൻ്റെ കൂടെ ആരുണ്ട് എന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ വിക്കി ഉണ്ട്. സോ വിക്കീനെ വീഡിയോയിൽ ഫസ്റ്റ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് വിക്കി, ദ മാൻ ഐ ആം ഗോണ ഗെറ്റ് മാരീഡ് ഗൈസ്. സോ നമ്മുടെ എൻഗേജ്മെൻ്റ് ആണ് ജാനുവരിയിൽ. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് പർച്ചേസ് കാര്യങ്ങൾ, സാധനങ്ങൾ നോക്കാം, പിന്നെ അതിന് മുന്നേ ഉള്ള പരിപാടിക്ക് വേണ്ടി അങ്ങനെയൊക്കെ. ഇന്ന് വീക്ക് ഡേ ആണ്, വീക്കെൻഡ് അല്ല. അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യലിൽ വലിയൊരു തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ അടുത്തുള്ള സ്ഥലത്താണെങ്കിൽ പോലും എത്തണം എന്ന് വിചാരിച്ചാൽ അത്യാവശ്യം ടൈം എടുക്കും. എപ്പോഴും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ സമയത്ത് പിന്നെയും ട്രാഫിക് കുറവാണ്. അല്ലേ മിസ്റ്റർ വിഘ്നേഷ്? ഈ പറ, എങ്ങനെയുണ്ട് നമ്മളെ എൻഗേജ്മെന്റ് പ്രിപ്പറേഷൻസ് ഒക്കെ? നമ്മളത് മാത്രമൊന്നും ആയിട്ടില്ല, വീട്ടുകാരതെല്ലാം കഴിഞ്ഞു. നമ്മള് എനിക്ക് ആരെയും പിടിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. നമുക്കിപ്പോഴും സമയമായിട്ടില്ല എന്നുള്ളൊരു തോന്നുന്നു. സമയമായി ഗൈസ്. അതായത് എൻഗേജ്മെന്റ് ജാനുവരി 18-നാണ്. ബട്ട് ജാനുവരി 4-ന് വീട് കാണൽ ചടങ്ങുണ്ട്. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫാമിലി എല്ലാവരും വിക്കിയുടെ നാട്ടിലേക്ക്, വിക്കിയുടെ വീട്ടിലേക്ക് പോകുന്നൊരു ചടങ്ങ്. അപ്പം അത് ഈ ജാനുവരി 4-നാണ്. അതായത് 2-3 ദിവസം കൂടി ഉള്ളൂ. പക്ഷെ ഇപ്പോഴും അതിനുള്ളൊരു സാധനം ഇങ്ങോട്ട് ഓണാവണം അത്ര നമുക്ക്. വീട്ടുകാരെല്ലാം ഫുൾ സെറ്റായിട്ട് അവിടെ പരിപാടിയും കാര്യങ്ങളും പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും ആയിട്ടില്ല. വിക്കീനെല്ലാം ഒരു വീഡിയോയിൽ കൊണ്ടുവരാൻ ഞാൻ പെടുന്ന കഷ്ടപ്പാട്. വിക്കിക്കൊരു വീഡിയോയില് വരാൻ, ഫേസ് കാണിക്കാനൊക്കെ പെൺപിള്ളേർക്ക് പോലും ഉണ്ടാവൂല എത്ര ചമ്മല്. ഡ്രസ്സ് എടുത്തു, ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. അത് മാത്രമേ ഉള്ളൂ, അതൊന്നും ആയിട്ടില്ല. ശരിയാണല്ലേ, പറയാൻ വേണ്ടിട്ട് ഡ്രസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഫ്രണ്ട്സിനെ വിളിക്കലോ ഇവരുടെ പിന്നെയും എന്റേത് പിന്നെന്ന് വെച്ചാല് എന്റെ ക്ലോസ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അത് പിന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്നതും കാണുന്നതും ഓൺ കണക്ഷനിലുള്ള ആൾക്കാരായതുകൊണ്ട് പ്രത്യേകിച്ച് വിളിയും പറിച്ചിട്ടൊന്നും ആവശ്യമൊന്നുമില്ല. കാരണം എൻഗേജ്മെന്റിന് അത്രയേ ഉള്ളൂ, ക്ലോസ് ഫ്രണ്ട്സിന് മാത്രം ആയിട്ട്. സെറ്റ് ആവൂലെന്ന് വിചാരിച്ചൊരു എൻഗേജ്മെന്റ് ആണ് ഇപ്പൊ സെറ്റ് ആയത്. എങ്ങനെ നടക്കും, ഏത് വഴിക്ക് നടക്കും അറിയില്ല. സെറ്റ് ആവൂലെന്നല്ല, എങ്ങനെയെങ്കിലല്ലോ സെറ്റ് ആവും. പക്ഷെ ഇനിയും സമയം എടുക്കേണ്ടിയിരുന്ന മാത്രല്ല, ആ സെറ്റ് ആവലിന് ഇനിയും ഒരുപാട് കടമ്പകൾ കടന്നിട്ട് സെറ്റ് ആവേണ്ടിയിരുന്ന ഒരു പരിപാടിയായിരുന്നു. ബട്ട് എല്ലാം ഇപ്പോഴും എൻ്റെ അമ്മ ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല ഇതെങ്ങനെ ഇത്ര സ്മൂത്ത് ആയിട്ട് മാഷാഅല്ലാഹ് കഴിഞ്ഞു എന്നുള്ളത്. അച്ഛൻ്റെ കേസ് ആയിക്കോട്ടെ, അമ്മേൻ്റെ കേസ് ആയിക്കോട്ടെ, എല്ലാവർക്കും എന്തോ സംഭവിച്ചു. എല്ലാവരും മാനസാന്തം, എല്ലാവരും ഇപ്പൊ പൂക്കികളായി. പെട്ടെന്നായിരുന്നു. നമ്മൾ വിചാരിച്ചത് കല്യാണം അല്ലെങ്കിൽ വീണ്ടും ഇതെല്ലാം ഒന്ന് സെറ്റായി വരാൻ വേണ്ടി കുറേ പണിയെടുക്കണം എന്നാണ്, കൺവിൻസിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളിലായിട്ട്. പക്ഷെ സെറ്റായി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, രസമാണല്ലേ. പോയി കഴിഞ്ഞാൽ ഇതാ അവസ്ഥ, എന്റെ മടിയിലായിരിക്കും സാധനം. അതൊരാവശ്യത്തിന് ഇപ്പൊ ഫോണ് വെക്കണം ഞാന്, വീഡിയോ എടുക്കണം ഞാന്, എന്നിട്ട് അത് പോയി നോക്കണം. ഇതിന്റെ എല്ലാം ഇടയിൽ ഇതൊന്നും പിടിച്ചൊന്നുമില്ലതിനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ വലിയ തിരക്കില്ല തോന്നുന്നുണ്ട്. ഓ ഏത് ലുക്ക് എന്താ ഞാൻ പറഞ്ഞ നമ്മളെത്താനായി. പക്ഷെ വലിയൊരു തിരക്കില്ല തോന്നല്ലേ.
വണ്ടികള് നോക്ക്. ഇവിടുന്ന് ഉണ്ടല്ലേ പാർക്കിങ്. ഇനിയിപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ട് വരും, അത്ര തന്നെ. നമുക്ക് വണ്ടി നിർത്താൻ സ്ഥലം കിട്ടണം, അതാണ് മെയിൻ. കമേഴ്ഷ്യലി ഈ കാർ എടുത്തിട്ട് വന്നാലുള്ള പ്രശ്നം ഇതാണ്. തിരക്കുള്ള ദിവസങ്ങളിൽ മാക്സിമം എന്ത് ചെയ്യണം, ഊബറിന് വരണം. അല്ലെങ്കിൽ 2 വീലറില്ലവരാണെങ്കിൽ 2 വീലർ എടുത്തിട്ട് വരിക. ബാംഗ്ലൂരില്ലായിരിക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാട്ടിൽ നിന്ന് ബാംഗ്ലൂരേക്ക് വന്ന് കൊമേഴ്ഷ്യലെല്ലാം പോകാൻ വിചാരിക്കുന്നവർ എന്ത് ചെയ്യണം, വീക്കെൻഡ്സിൽ ഒരിക്കലും കാർ എടുത്ത് വരരുത്. പാർക്കിംഗ് കിട്ടൂല. നിങ്ങൾ 3 റൗണ്ട് ചുറ്റേണ്ടി വരും ഇവിടെ വന്നിട്ട്. ഗൈസ്, നിങ്ങൾക്ക് ഫോർച്യൂണറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എന്റെ ഭഗവാനെ, ഈ ആമ്പിള്ളേർക്ക് ഫോർച്യൂണർ എന്ന് പറഞ്ഞ എന്തോ ഒരു വണ്ടി നോക്കി, മറ്റേ കണ്ടില്ലേ? ആമ്പിള്ളേർക്ക് ഫോർച്യൂണർ എന്ന് പറയുന്ന ഒരു വേറെ തന്നെ ഒരു വികാരവും കളിയൊക്കെയാണ്. പക്ഷേ പരിപാടിക്ക് നമ്മൾ ഫോർച്യൂണർ എടുത്തിട്ടായിരുന്നു പോയത്. എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ആ വണ്ടി വെറുത്തു. കാളവണ്ടിയിൽ പോണതിന് തുല്യ. കുലുങ്ങി ഇവന്റെ വീട്ടിൽ പോയടത്തുനിന്ന് ഫുഡ് കഴിച്ച ഫുഡ് മലപ്പുറം തൊട്ട് കണ്ണൂർ എത്തിയപ്പോഴത്തേക്കും കുലുങ്ങി വന്നവിടെ പുറത്തേക്ക് തട്ടി. ഒരു കംഫർട്ട് ഇല്ലാത്ത വണ്ടി. സ്റ്റിൽ എന്നിട്ട് ഫോർച്യൂണർ എന്ന് പറഞ്ഞ ചാവും. ആണോ അല്ലേ? ആ വണ്ടിക്ക് കുലുക്കുണ്ടോ? ഒരു കംഫർട്ട് ഉണ്ടോ? അതൊക്കെ മെയിൻ്റെനൻസും ചെയ്യണം അതിനെ കണക്കായിട്ട്. വെറുതെ കൊണ്ടുവരുന്ന പോലെ. പാനിപൂരി ഗൈസ്, ഫൈനലി ഒരു പാർക്കിംഗ് കിട്ടി. നമ്മൾ കൊമേഴ്ഷ്യലിൽ 2 റൗണ്ടായി ചുറ്റുന്നു. അപ്പം ഏതോ ഒരു സൈഡിൽ വണ്ടി വെച്ചിട്ട് നടക്കുന്നു. കുറച്ച് നടന്ന് പോകാനുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഗൈസ്, അതിൻ്റെ ഇടയിൽ ഒരാൾ മൈക്ക് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയി. ഞാൻ ഈ ഷോപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. എന്താ ചെയ്യുക, ഇങ്ങനെ ബോധമില്ലാത്ത ആൾക്കാരെ കൊണ്ട് നടക്കുമ്പോൾ. മൈക്ക് എടുക്കാൻ മറന്നിട്ട് വരുന്നു. നോക്ക്, ഇതും ലേഡീസാണ്. ഫ്ലോർ പോലും അറിയണ്ടോ? ഇവിടെ വിചാരിച്ച പോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ മോസ്റ്റ് ഓഫ് ദ ഷോപ്പിലും വീഡിയോ ഈ നോക്കണത് ഇങ്ങനത്തെ ടൈപ്പ് ആണോ? ഇങ്ങനത്താണോ? അല്ലല്ല, ഞാൻ ജസ്റ്റ് നോക്കി വന്നല്ലേ. ആ കളർ ഒരു പൊടിക്ക് ഡാർക്കാണ് തോന്നുന്നത്. ഡാർക്കാണ് തോന്നണോ മറ്റേതിന്? നമ്മക്കേ ശരിക്കും മറ്റേ കൊറിയൻ ക്ലോത്തിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് പോയാൽ മതിയായിരുന്നു. അവിടെ ആകുമ്പോൾ കറക്റ്റ് ആ ടൈപ്പ് സാധനങ്ങൾ കിട്ടിയാണ്. പക്ഷെ അവിടെ ഷർട്ടിലുണ്ടാവും. അപ്പോൾ അങ്ങനെയാണോ? ഒന്നും ഇഷ്ടാവുന്നില്ലല്ലോ. എനിക്കിഷ്ടാവണില്ല. അതന്നെ എനിക്കിഷ്ടാവുന്നില്ലൊന്നും. ഞാൻ പോലും ഇത്ര സമയം എടുക്കൂല ഒരു ഡ്രസ്സ് ഒരു ഒറ്റൊരു ഷർട്ട് നോക്കാനാണ് ഇങ്ങനെ അലഞ്ഞോണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനത്തെ സാധാരണ ഒരു കുപ്പായാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാം. അങ്ങനെയല്ലല്ലോ. വീട്ടിൽ നിന്ന് ഇടാനില്ലാണോ നോക്കുന്നത്? വീട്ടിൽ നിന്ന് ഇടാൻ. തലേന്ന് ഇടാനാ? വെറുതെ 2-3 ദിവസം ഉണ്ടല്ലോ. ഇത് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സാ? കണ്ട, നമ്മളും വീട്ടിൽ നിന്ന് ഇടാൻ എങ്ങനെ എടുക്ക? ഇവനെല്ലാം വീട്ടിൽ നിന്ന് ഇടാൻ എടുക്കുന്ന ഡ്രസ് ഭ്രാന്തായി. ഇവനൊക്കെ ഡ്രസ് എടുക്കാൻ എനക്ക് എന്തായാലും കിട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ ആള് രസമുണ്ടോ? വീട്ടിൽ നിന്നല്ലേ? ലൂസാ? പരിപാടിക്കുള്ളത് കിട്ടിയില്ലെങ്കിലും വെറുതെ 2 ടീഷർട്ട് എടുത്തിട്ട് വീട്ടിൽ നിന്ന് 2 കുപ്പായാണ് എടുത്തില്ല. 4ാമത്തെ കുപ്പായ എന്നും എടുത്തിട്ടില്ല. ദേഷ്യം വരുന്നുണ്ട്. ചെരുപ്പ് എടുക്കാം. അനക്ക് ഷൂ അല്ലേ? എനിക്ക് ഷൂ അല്ലേ? അതിന്
4th ഡ്രസ്സ് കൺഫേം ആയാലല്ലേ നീ ഷൂ എടുക്കുക. പിന്നെ എനിക്ക് ഹീൽസ് എടുക്കണം. ഓക്കെ, ഡ്രസ്സായി. നിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് വേണ്ടുന്ന ഡ്രസ്സായി. 4th മാത്രമേ ആവാതുള്ളൂ. എവിടെയായിരുന്നു ആ ഷോപ്പ്? ഇവിടെ തന്നെ ഉണ്ട്. ട്രെൻഡ്സോ? ആ ഇതാ കിട്ടിപ്പോയി. ഇതാ ഡ്രസ്സിന് മാച്ചോ? അതൊന്ന് ടോക്ക്. എന്റെ കാലിന്റെ സൈസ് 8 അല്ലേ? സാധാരണ എല്ലാവരും ഡ്രസ്സ് എടുത്തിട്ടാണ് ഷൂസും ബാക്കിയൊക്കെ എടുക്കുക. ഇവിടെ പരിപാടീൻ്റെ ഡ്രസ്സ് എടുക്കണം അത്ര. അതിന് മുന്നേ ഷൂസ് എടുക്കുമായിരിക്കും. എൻ്റെ ചപ്പൽസ് നോക്കുമോ? The super pair, you take that, don't think too much. Matching color and both are same size, huh? ഈ സൈസ് എനിക്ക് കറക്റ്റ് ആണ്. ഭംഗിയുണ്ട് ഇത്. ഇതിലെൻ്റെ ഒരു 1.5 വിരലേ കാണുന്നുള്ളൂ പുറത്തേക്ക്. ഏറെക്കുറെ എല്ലായി. വീട്ടിൽ നിന്ന് എടുക്കാനുള്ളത് എടുത്തു. പിന്നെ നിന്റെ ഷൂസ് എടുത്തു, എൻ്റെ ചെരുപ്പെടുത്തു. പിന്നെ നീ വാച്ച് എടുക്കണം. 4th ഡ്രസ്സ്. 4th ഡ്രസ്സ് അത് മിക്കവാറും ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നിന്നൊന്നും എനിക്ക് പിടിക്കുന്നില്ല. നോക്കാം. ബുക്ക് കണ്ട പിന്നെ മുന്നേ 2 ബുക്ക് എടുത്തു. ഇത് പുതിയ ബുക്കാ. പുതിയ ബുക്ക് എന്ന് വെച്ചാല് ആ ഓത്തറിന്റെ പുതിയ ബുക്കാണ് ഇത്. നമുക്ക് പിന്നെ ഫീൽഡേ ഇല്ല. സോറി, ഒന്നും നമുക്കറിയാം. ഇതെല്ലാം നോക്കിയാൽ നല്ല രസമല്ലേ? ഇപ്പൊ ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കരുത്. എന്ത് വായിച്ചിട്ടുള്ള ബുക്ക് റാം കെയർ ഓഫ് ആനന്ദിയാണ്. അതന്നെ എങ്ങനെ വായിച്ചതാ? സോ ഗൈസ്, നമ്മൾ ഷോപ്പിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ടൈം 8 മണിയാവാറായി. ഇനി തിരിച്ച് റൂമിലേക്ക് പോകണം. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ള വ്ളോഗ്. എങ്ങനെ വന്നതെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും കുറേ വ്ളോഗ്സും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.